ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഡേ കണ്ടാലോ. ഞാൻ നാട്ടിൽ വന്നാൽ ഒരു 8 മണിക്ക് ശേഷം എപ്പോഴും എഴുന്നേൽക്കാറുള്ളൂ. ഇന്നും പതിവ് പോലെ തന്നെ അങ്ങനെ തന്നെ എഴുന്നേറ്റത്. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് മുറ്റമൊക്കെ അടിച്ചു വാരി. ഞാൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ അമ്മേൻ്റെ ചോറും കറിയും പലഹാരങ്ങളും ഒക്കെ ആവുമെങ്കിലും ഈ ചായ വെക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ എപ്പോഴും. എൻ്റെ ചായക്ക് ഭയങ്കര ടേസ്റ്റാണെന്ന് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് ഇന്ന് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ അമ്മ രാവിലെ തന്നെ കുളിക്കേണ്ട പരിപാടിയൊക്കെ നോക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഭൂരിയും മീൻകറിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് പാത്രമൊക്കെ ഉള്ളത് കഴുകി വെക്കുമ്പോഴേക്കും അമ്മക്ക് പോകേണ്ട ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ബായിയും പറഞ്ഞു പോയി. 2 ദിവസമായി കാറ് കഴുകണം വിചാരിക്കുന്നു. അങ്ങനെ ആ പരിപാടി അങ്ങ് കഴിഞ്ഞു. അമ്മ പോകുന്നതിൻ്റെ മുന്നേ തന്നെ അകമൊക്കെ അടിച്ചു വാരി തുടക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും നടന്നു. അങ്ങനെ നേരെ പോയൊരു കുളിയും പാസ്സാക്കി മിഷനിൽ ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് മാധവനും ആദ്യം വന്നത്. അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചോറ് കഴിക്കുന്ന ടൈമായപ്പോൾ അതും കഴിച്ചു. മോഹിനിയാട്ടം സിനിമ കാണാൻ വിചാരിച്ച് അവിടെ കിടന്നു. അങ്ങനെ അതും കണ്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴാണ് ഈ മീൻ മുറിക്കാൻ അമ്മ പറഞ്ഞത് ഓർമ്മ വന്നത്. അങ്ങനെ മീനും വെള്ളത്തിലിട്ട് അത് മുറിക്കേണ്ട പരിപാടിയൊക്കെ നോക്കുകയാണ്. പുറത്താണെങ്കിൽ ഭയങ്കര കൊതു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അങ്ങ് മുറിക്കാൻ വിചാരിച്ചു. അങ്ങനെ മീൻ മുറിക്കാണ്. ഈ മത്തീൻ്റെ ഇണർ എനിക്കൊരു ട്രോമയാണ് ഗൈസ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. എന്നെ അടുത്തറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും ആ കഥ അറിയാൻ പറ്റും. ആ കഥ അറിയണമെന്നുള്ളവർ കമൻറ്റ് ബിലോ ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെ മീനൊക്കെ മുറിച്ച് ഫ്രഷാക്കി അതെടുത്ത് നേരെ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ അതും കൂട്ടി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.